മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് നിങ്ങളോട് ഞാൻ ഇങ്ങനെ സംസാരിക്കണം കേട്ടോ. ഇത് അമ്മയുണ്ട്. ഹലോ. പിന്നെ ഞങ്ങൾ ഇന്ന് മിനിയൂട്ടി പോവാ. എന്താ കാരണം വെച്ചാൽ ഞാൻ ഒരു ഏട്ടന് 8 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് കണ്ടപ്പോൾ അത് ആഘോഷിക്കുന്ന ഒരു വലിയൊരു വ്യൂ പോയിന്റിലായിരുന്നു കേട്ടോ. ഏതോ ഒരു നോർത്ത് ഇന്ത്യയിലോ സൗത്ത് ഇന്ത്യയിലോ അല്ല, നമ്മൾ സൗത്ത് അല്ലേ? നോർത്ത് ഇന്ത്യ. അപ്പൊ എനിക്ക് എന്തോ ഒരു മനസ്സില് നമ്മൾ എന്നാ ഇങ്ങനെ പോവാന്ന്. അല്ല, അപ്പൊ അങ്ങനെ ഞങ്ങള് അങ്ങനെ ഇതൊരിതായി. പിന്നെ അച്ഛൻ ആദ്യം മിനിയൂട്ടിയുടെ കാര്യം നോക്കിയിരുന്നു. ഞാൻ അച്ഛാ നമുക്ക് ഒന്ന് പോവോ അല്ലെ എങ്ങോട്ടെങ്കിലും നമുക്ക്. ഹലോ, സോറി കേട്ടോ, അത് ക്യാമറ ഓഫ് ആയിപ്പോയി. ഞങ്ങൾ ചാർജ് ചെയ്ത് വെക്കാനുണ്ടോ. അപ്പൊ ഫുൾ ചാർജ് ആണല്ലോ. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ. ഇത് ആക്ച്വലി മലപ്പുറത്തുള്ള സ്ഥലം തന്നെയല്ലേ, പക്ഷെ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അമ്മ പോയിട്ടോ കേട്ടോ. പറയുന്ന തുടക്കത്തിൽ അപ്പഴൊന്നും ഇല്ല അവിടെ. മിനിയൂട്ടി പറയണ കൊറേ കൊല്ലം മുമ്പ് ഏട്ടനും കൂടി കുഞ്ഞു കുട്ടിയാ. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു വയസ്സുള്ളപ്പോ അന്ന് ഞാൻ അമ്മയുടെ വയറ്റില് പോയിട്ട്. പണ്ടത്തെ മിനിയൂട്ടിനെക്കാട്ടും ഇഷ്ടം ഇപ്പത്തെ മിനിയൂട്ടിയാണ്. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഞാൻ പോകണം. ഇനി അവിടെ അവിടുത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടാണ്. അതായിട്ടില്ല, കുറച്ച് സംസാരിക്കട്ടെ. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാട്ടോ. ഞാനൊന്ന് പറയട്ടെ. അപ്പൊ ഞാന് പോവാണ്. അപ്പൊ 2 മിനിറ്റ് ബ്രേക്ക്. അപ്പൊ അവിടെ എത്തിയിട്ട് റൈഡിലൊക്കെ കേറി. നല്ല റൈഡ്. പൂളുണ്ട് ഗൈസ്. എനിക്ക് ഒന്നും വേണ്ടി പ്രാർത്ഥിക്കൂ. അച്ഛൻ പൂള് കയറ്റോ. പിന്നെ മാത്രല്ല പൂള് തുറന്നുകൊണ്ടാണ്. പ്ലീസ് ഒന്നും പ്രാർത്ഥിക്കൂ. ഞാൻ കുറച്ച് തടിച്ചിട്ടേ ബൈ. അപ്പൊ ഗൈസ് ഞങ്ങൾ മിനിയൂട്ടിലെത്തി. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. എനിക്ക് അങ്ങോട്ട് വെറുത്ത് പോയി. കാരണം മനുഷ്യൻ പേടിച്ചിട്ട് ഞാനും പേടിച്ചിട്ട് അച്ഛൻ വന്നില്ല കേട്ടോ. അച്ഛന് പേടിണ്ട് അച്ഛനെ. അപ്പൊ ഞാനും അമ്മയായിട്ടും കുറെ ഡാഡി പിക്ക് പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് അച്ഛനെ. അപ്പൊ ഞാൻ പറഞ്ഞു മമ്മി പിക്ക് ആർ യു മീൻ ടു ഓർഡർ 17 ലൈച്ചി ജ്യൂസസ് പറഞ്ഞപ്പോ അച്ഛൻ പോടിയിടുന്നു പറഞ്ഞു. അപ്പൊ ഇന്റെ പൊന്നെ ലാസ്റ്റൊക്കെ ആയപ്പോ എനിക്കന്ന് കാല് കുത്താൻ പിടിയുന്നു. ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനൊക്കെ അമ്മയായിട്ടും ഇങ്ങനെ മുറുക്ക് പിടിച്ചിരിക്കുന്നു. ഞാൻ ഇങ്ങനെ നിലത്തേക്ക് ഇങ്ങനെ ആടി പോവുക. എന്തൊക്കെയോ പോലെ ഇങ്ങനെ തലൊക്കെ കറങ്ങി നിലത്തേക്ക് നോക്കിയാ അപ്പൊ പോയിന്ന് പറഞ്ഞാ പോയി. മനുഷ്യൻ പേടിച്ചിട്ട് അങ്ങോട്ട് വിറങ്ങലിക്കും. വെറുതെ ഇല്ല, ഞാൻ ഈ റീലിലൊക്കെ കാണും ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൽ നടക്കുമ്പോൾ നിലത്തൊക്കെ നിരങ്ങി പേടിക്കണം. കുറേ കുട്ടികൾ കരഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കരഞ്ഞില്ല. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര പേടി. ഈശ്വര, ഞങ്ങൾ അവിടുന്ന് ഒരു റീലൊക്കെ എടുത്തിട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. പക്ഷെ മനുഷ്യന്റെ ജീവൻ പോയി. നിലത്തിറങ്ങിയിട്ട് കാല് വിറങ്ങലിച്ചുകൊണ്ടിരിക്കുക. ഒന്നും മാറില്ല. മനുഷ്യനങ്ങോട്ട് പേടിച്ചിട്ട് പൊട്ടച്ചനെ വേണം. അപ്പൊ ഗൈസ് ഞങ്ങള് റൈഡ്സ് ഒക്കെ പോയിട്ട് റൈഡൊക്കെ കേറി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ
ഒരിക്കലും വിചാരിച്ചില്ല അച്ഛൻ മിനിയൂട്ടിക്ക് കൊണ്ടുവന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ മഞ്ഞുമൽ ബോയ്സത്തെ ഗുണാക്കീവിലൊക്കെ പോയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും പേടി കിട്ടും. അച്ഛനും അമ്മയും എല്ലാവരും പേടിച്ചു. ഏറ്റവും ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പേടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കുറേ ആൾക്കാർ വരുന്നതുകൊണ്ട് എനിക്ക് പേടിയായില്ലേ. ഞാൻ അങ്ങോട്ട് നെട്ടിപ്പോയിട്ടോ. ഇതൊരു ഗുണാക്കീവ് കണ്ടില്ലേ നിങ്ങൾ? ഒരു മഞ്ഞുമൽ ബോസ് എഴുതി വെച്ചിങ്ങനെ. ഞാനായിട്ടോ അതിൻ്റെ മുകളിൽ കയറി കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ അവിടെ എന്തൊക്കെയോ എഴുതിയിട്ടായിരുന്നു. ഞങ്ങൾ വായിക്കണം വിചാരിച്ചു. അത് പിന്നെ ഇനിയിപ്പോൾ എന്തിനാ റൂൾസൊക്കെ നോക്കണം വിചാരിച്ചു ഞങ്ങൾ അങ്ങോട്ട് വായിക്കാൻ പോയില്ല. പിന്നെ വായിക്കാൻ വേണ്ടി കാണുന്നില്ല. പിന്നെ ഞങ്ങൾ കുറേ തമാശയൊക്കെ പറഞ്ഞ് ഇതാ ഏട്ടൻ കയറണുണ്ടോ മഞ്ഞുമൽ ബോയ്സ് പറഞ്ഞിട്ട് മറ്റേ ഗണപതി ഏട്ടൻ്റെ പോലെ ഇങ്ങനെ ഒന്നും അറിയില്ല ഏട്ടൻ വെറുതെ ഇങ്ങനെ നടക്കുക. അങ്ങനെ ഞാനായിരുന്നു ഇങ്ങനെ കുറച്ച് ഇതൊക്കെ എടുത്തിട്ട് ഇതാണ് നമ്മുടെ ഗുണാക്കീവ്. അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ അമ്മേനോട് പറഞ്ഞു ഇത് ഹാരി പോട്ടർ പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് മൂവി ഉണ്ട്. ആ മൂവി എടുത്തൊരു സ്ഥലത്തിനെ പോലെയൊക്കെ തോന്നിയത്. ഇവിടെ ജെം സ്റ്റോൺസ് ഒക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്ലാസ്റ്റിക്കാണ്, വേറെ നല്ല പ്ലാസ്റ്റിക് ഉണ്ടല്ലേ. ലൈറ്റ് ബോൾ വെച്ചിട്ട് ഇതാ ഇത് അമ്മ ശരിക്കും തേനീച്ച കൂടാതെ വിചാരിച്ചിട്ട് അങ്ങോട്ടൊക്കെ കൂട്ടായിട്ട് തേനീച്ച കുത്തൊക്കെ കുറേ ഉണ്ടായിരുന്നു. എനിക്ക് ചിരി വരിക. അത് ശരിക്കുള്ള തേനീച്ചക്കൂട് പോലെയാണ്. അമ്മ അങ്ങോട്ട് പേടിച്ചു തേനീച്ചക്കൂട് വിചാരിച്ചിട്ട്. പിന്നെ ഇത് ഞങ്ങൾ ഇങ്ങനെ വെറുത്തെടുത്തു കേട്ടോ. അവിടെ മഴ ഒന്നും പെയ്യുന്നില്ല കേട്ടോ. അവിടെ ഇങ്ങനെ വെള്ളം വരിക. മഴ പെയ്യുന്നുണ്ടെന്ന് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു. ഒരു സൈഡിൽ മഴ വിചാരിച്ചു. പിന്നെ ശരിക്കും നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ഇങ്ങനെ കുറച്ച് ഈ ഇലക്ട്രിസിറ്റി വെച്ചിട്ട് അതിലത്തെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ടെന്ന്. അപ്പം ഞാൻ പേടിച്ചു പോയി. ഇല്ലെങ്കിൽ മറ്റേ വരുന്നതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വരുന്ന വേറെ അങ്ങനെ വരുന്നതാവും വിചാരിച്ചു ഞാൻ. പിന്നെ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ജെം സ്റ്റോൺസ്. ഇതെങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ജെം സ്റ്റോൺസ്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻഡിങ്. ഞങ്ങളോട് പറഞ്ഞു ഈ വഴി കൂടെ വരരുത് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഈ വഴി കൂടെ തന്നെ വരണം. അമ്മ ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ പൂളിലാണ് കയറണം പറഞ്ഞ് ഫസ്റ്റ് അച്ഛൻ കയറി. ഞാനും അച്ഛനും കൂടി തലകുത്തി മറിഞ്ഞ് ഏട്ടൻ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കളിക്കുന്നു. ഏട്ടനും വന്നു, അച്ഛനും വന്നു. അച്ഛൻ വന്നിട്ട് അച്ഛൻ പോയി. എന്നിട്ട് ഏട്ടൻ വന്നപ്പോൾ എൻ്റെ പൊന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നു. ഈ സാധനം പോകില്ല. ആ സാധനത്തിൻ്റെ ഉള്ളിലാണ് ഞാനായിട്ടും കയറി. ആദ്യം 2 കുട്ടികളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഉണ്ടല്ലേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഒരു കുട്ടിക്ക് പറ്റുള്ളൂ. ഇതിനുള്ളിൽ കയറിയിട്ട് എന്താ പറയുക ചെയ്യാ? ഓർഡർ അതിൻ്റെ ഉള്ളത് അങ്ങനെ കാണിക്കരുത്. സർക്കസ് കളിക്കരുത്. അത് ഷപ്പൂന് പറ്റുണ്ടാവോ? എത്ര വയസ്സ് വരെ? എത്ര വയസ്സ് വരെ ഓടിക്കാം? ഓടിച്ചോളൂ. ഇവിടെ നിന്നോളൂ മോളെ. അതെ അതെ. അതൊക്കെ തിരിച്ചോളൂ.
കുഞ്ഞിന് പറ്റില്ല. രസമായിട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് ബഞ്ചി ബഞ്ചി ജമ്പിങ്, സ്ലിംഗ് ഷോട്ട്. ബഞ്ചി ജമ്പിങ് അല്ല, സ്ലിംഗ് ഷോട്ട്. അത് മോളിക്ക് താഴ്ത്തിക്കോ വേണോ ചോദിച്ചു നോക്കട്ടെ ചേട്ടാ. വീഴരുതിട്ടോ, സൈഡിൽ കൂടി പോകുമോ? എങ്ങോട്ടാ അമ്മയും പോയനും ഇതിലോ? ഓനെന്താ കുട്ടപ്പാവ് ചെയ്യരുതിട്ടോ ഒരാളെ. പിന്നെ കേറിക്കോളൂ, കേറി നാടിക്കോളേ, കേറി നാടിയാൽ മതി മോനെ. കുട്ടപ്പ അബദ്ധം കാണിക്കരുത്. നല്ല പനായി. ഇത് പിടിക്കടി. Oh my god. അയ്യോ, അതാ അതാ എടുത്തില്ലേ ഇവിടെ? അങ്ങനെ ഉണ്ടാവും അല്ലേ? അതൊന്ന് വൈകിട്ടാക്കണേ. ഈ ശക്തി മറിഞ്ഞോട്ടോ. അയ്യോ അയ്യോ അയ്യോ, പൊട്ടോ പൊട്ടോ. ഒട്ടുന്നില്ല. പിടിച്ചോളൂ. പറയട്ടോ, നിൽക്കാൻ പറ്റ ഒരു വിശാലം എങ്ങനെയാണ്? ആ അച്ഛത്തേക്കോ ഞാനുണ്ട്. നമുക്ക് ഒരുമിച്ചാക്കാം. ഒരുമിച്ച് അച്ഛത്തേക്കോ. എളുപ്പല്ല, കാറ്റ് പോയി. കുട്ടപ്പ പേടിപ്പിക്കരുത്. വിചാരിച്ച സുഖമൊന്നുമില്ലേ? ചാടാൻ വിളിക്ക്. അച്ഛൻ വരെ ചാടി കയറി. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ മിനി വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വേറൊരു വീഡിയോ ലോങ് ആയിരിക്കും. അപ്പോൾ